ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായ കാരുണ്യം കൊണ്ട് നമുക്ക് വീണ്ടും സത്സംഗത്തിലിരിക്കാനായിട്ട് സാധിച്ചു. ശ്രീകൃഷ്ണ കഥാമൃതം സേവിച്ചുകൊണ്ട് നമ്മളിതാ നമ്മുടെ ആ ഭവരോഗങ്ങളെ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ആ ഭഗവാന്റെ അമൃതം സേവിച്ചു കൊണ്ടിരിക്കുകയാണ്. വൃന്ദാവന ലീലകളിലൂടെ നമ്മളെയൊക്കെ സന്തോഷിപ്പിച്ച ആ കണ്ണനും രാമനും ഇതാ മധുരയ്ക്ക് പോകാൻ തയ്യാറായി നിൽക്കണു. അതിനു വേണ്ടിയിട്ട് ഇതാ കംസനെ പ്രേരിപ്പിക്കുന്നു നാരദരെ. ആ നാരദരുടെ വാക്കുകൾ കേട്ടിട്ട് കംസൻ ധനുര്യാഗത്തിന് വേണ്ടിയിട്ട് എന്നുള്ള നിലയ്ക്ക് ആ കുട്ടികളെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഭക്തോത്തമനായിട്ടുള്ള അക്രൂരരെ നിയോഗിക്കുന്നു. അക്രൂരരെ എല്ലാം ഈശ്വരേച്ഛ പോലെ ആ സന്തോഷത്തോടു കൂടിയിട്ട് ആ ദൗത്യത്തിനെ ഏറ്റെടുക്കുകയാണ്. അതുവരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ഇന്ന് അടുത്ത ഭാഗം പാരായണം ചെയ്യാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇങ്ങനെ ആ കംസൻ വൃന്ദാവനത്തിൽ ഹരേ കൃഷ്ണ. നല്ല ചൂടാണ് അവിടെ ഇരിക്കണടുത്ത്. ഞാൻ വേറെ ആ സൗകര്യമുള്ള സ്ഥലത്തിരുന്ന് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഫാനിട്ടാൽ വൃത്തിയായിട്ട് കേൾക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഫാനിടാണ്ട് ഇരിക്കണേ. ഹരേ കൃഷ്ണ. അപ്പം ഇതും ഭഗവാന്റെ ഒരു നിശ്ചയം. ഇപ്പം ഇന്നലെ പാരായണം ചെയ്ത് സമർപ്പിച്ചത് അക്രൂരരോട് കംസൻ പറഞ്ഞു. എന്നിട്ട് അത് കേട്ടിട്ട് രാവിലെ അവൻ കാത്ത് അക്രൂരർ തൻ്റെ ഗൃഹത്തിലേക്ക് പോയി എന്നുള്ള ഭാഗം വരെയാണ് വായിച്ച് സമർപ്പിച്ചത്. അപ്പോൾ ഈ പകൽ സമയത്ത് ഈ വക കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോഴും അപ്പോഴും ഒരു സംഭവം ആ വൃന്ദാവനത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണ്? കടിഞ്ഞാണേതുമില്ലാത്ത കൂറ്റൻ കുതിരയായുടൻ അണഞ്ഞൻ ഗോകുലത്തിങ്കൽ അന്തിക്കെന്നൊരു ദാനവൻ. ഇതൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലേക്ക് പോയപ്പോൾ അന്ന് സന്ധ്യയ്ക്ക് മറ്റൊരാൾ ഗോകുലത്തിലേക്ക് വന്നു. അവസാന പരീക്ഷണം എന്നൊക്കെ നമ്മൾ പറയില്ല, ഒന്നും കൂടി പരീക്ഷിച്ച് നോക്കാം എന്ന് പറയണ പോലെ അപ്പോൾ കുതിരയുടെ രൂപത്തിലാണ് വന്നത്. കേവലം കുഞ്ചിരോമത്താൽ മേഘം തല്ലിത്തകർക്കയാൽ കേശി ഉലകെങ്ങെങ്ങും പെരിയെന്ന മഹാസുരൻ. കേശി എന്ന അസുരനാണ് അത്. കാലകർമ്മസ്വഭാവാദീമായ സാമാന്യ ശക്തികൾ ബാധിക്കുകയില്ലെനിക്കെന്നോർത്ത അമരും മന്ദബുദ്ധികൾ പ്രപഞ്ചൈക നിയന്താവായി മിന്നും മായാദിനാഥനെ ഭജിച്ചവയിൽ നിന്നേതും ഉയരാൻ യജ്ഞമെന്നിയേ കൃതാർത്ഥരായേ മരുവുന്നത് നാം ദൈത്യജാതികൾ. സാമാന്യനല്ല ഞാനെന്നു ചൊല്ലും കേശിയതേവിധം. അരിഷ്ടൻ വരെയും പോലുള്ളവരെ പോലെയല്ല ഞാൻ. അന്തഃപുരത്തിൽ ഈ വണ്ണം അഹങ്കാരം പുലമ്പുവോൻ. വലുതാം കൺകളും വായും കഴുത്തും നീചബുദ്ധിയും പൂണ്ടൊരു ദുഷ്ടസത്വത്തെ കണ്ടു പേടിച്ചു സർവരും. മറ്റുള്ളവരെക്കാളൊക്കെ ശക്തിയുണ്ട് എന്നുള്ള ആ മൂഢത്വം കൊണ്ട് തൻ്റെ അഹങ്കാരം ഭഗവാന്റെ മായാധിനാഥനായ ഭഗവാനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് കുതിരയുടെ രൂപത്തിൽ എല്ലാത്തിനേക്കാളും ശക്തനാണ് ഞാൻ
എന്നതാ വെല്ലുവിളിച്ചു കൊണ്ടുവരണ കണ്ടപ്പോൾ അവിടെ വൃന്ദാവനത്തിലുള്ള വ്രജവാസികളെല്ലാവരും ഭയപ്പെട്ടു പോയി. കാറ്റിനെ തല്ലിയും വാലാൽ കുളമ്പാൽ മണ്ണുയർത്തിയും ഓടി വന്നിടും അതിനെ തടയാൻ ഗോകുലാധിപൻ. പടിവാതിലടപ്പിച്ചും ബലമില്ലൊരു ദേശവും വിളിച്ചാൻ കൃഷ്ണനെ തന്നെ വീണ്ടും വീണ്ടും മഹാമതി. അപ്പോൾ ഇതാ ആ പാഞ്ഞു വരണ കുതിരയെ കണ്ടപ്പോൾ ആരെയും ആക്രമിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ അവിടെയുള്ള വലിയ ഒരു കോട്ടവാതിൽ അടയ്ക്കാനൊക്കെ നന്ദഗോപുരം നോക്കി. പക്ഷേ അതൊക്കെ തല്ലി തകർത്തുകൊണ്ട് ആ കുതിര മുന്നേറിന കണ്ടപ്പോൾ വേഗം കൃഷ്ണനെ തന്നെ, ആരും അവർക്ക് ആകെ കൂടി ആശ്രയം ഭഗവാനല്ലേ ഉള്ളൂ. കൃഷ്ണ കൃഷ്ണ രക്ഷിക്കണേ 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 എന്ന് കൃഷ്ണനെ തന്നെ വിളിക്കുകയാണ്. അപ്പോഴേക്കും മുകുന്ദൻ്റെ മുമ്പിലെത്തി മനോജവൻ. മതിൽ ചാടിക്കടന്നൊറ്റച്ചാട്ടത്താൽ ആ ഭയങ്കരൻ. പിന്തിരിഞ്ഞരവിന്ദാക്ഷനുണ്ണിയെ തന്നെ നിർദ്ദയൻ. ചവിട്ടീരുകാൽ കൊണ്ടുമെമ്മട്ടോ ദുഷ്ടദാനവൻ. അപ്പോൾ അവർ വന്ന് കൃഷ്ണ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കൃഷ്ണൻ ഓടി വരുമ്പോൾ കൃഷ്ണൻ്റെ നേരെ തന്നെ മുൻകാലുകളെ കൊണ്ട് തൊഴിക്കാനായിട്ട്, അങ്ങനെയാണ് കുതിരകൾ കാലുകളെ കൊണ്ടും പിൻകാലുകളെ കൊണ്ടും മുൻകാലുകളെ കൊണ്ടാണ്. അപ്പോൾ ആ കാലുകളെ കൊണ്ട് തൊഴിക്കാനായിട്ട് ആ കണ്ണൻ്റെ നേരെ തിരിയണു. അപ്പോൾ എന്തു ചെയ്തു? കാലങ്ങട് ഉയർത്തിപ്പിടിച്ചു. ആ മുൻകാലിട്ടിട്ട് മുൻകാലിൽ കുതിച്ചിട്ട് പിൻകാലുകൊണ്ട് ചവിട്ടി തെറിപ്പിക്കാൻ നോക്കി. അപ്പം എന്തു ചെയ്തു? ആ കൃഷ്ണൻ ആ പിൻകാല് രണ്ടും കൂടിയിട്ട് അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചു. അരവിന്ദാക്ഷൻ ഉണ്ണിയെ തന്നെ നിർദ്ദയൻ. അങ്ങനെയാണ് കുതിരകളെ പിന്തിരിഞ്ഞ് നിന്നിട്ട് തൻ്റെ പിൻകാലുകളെ കൊണ്ട് ചവിട്ടിത്തെറിപ്പിക്കാൻ നോക്കിയപ്പോൾ ആ ഉയർത്തിയ കാലില് ബലാനുജൻ വന്യമാലയഴും തന്മാറിലാവിധം കാണിക്കും കാലു രണ്ടും താൻ ഒന്നായി കൂട്ടിപ്പിടിച്ചുടൻ. എറിഞ്ഞാൻ 100 വിൽ പാടുദൂരത്തേക്കു വിമൂഢനെ മോഹാലസ്യമുടൻ തീർന്നു വീണ്ടും ആ മതികെട്ടവൻ. എണീറ്റോടിപ്പിടഞ്ഞെത്തി വായ് പിളർന്നു മുകുന്ദനെ കടിച്ചു കുതറിയിടാനോർത്ത് അന്ന് അഘാന്തകനെ അഖലൻ. അപ്പം അങ്ങനെ അഘനെ വധിച്ച ആളാണ്. അതൊക്കെ മറന്നിട്ട് ആ അഘാന്തകനെ എന്ത് ചെയ്തു? കാലിൽ പിടിച്ചിട്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അവിടെ ചെന്ന് അങ്ങോട്ട് വീണതും പെട്ടെന്ന് ബോധം പോയിച്ചാലും ഒരു നിമിഷം കൊണ്ട് അത് വീണ്ടെടുത്തിട്ട് ആ ശക്തിയോട് കൂടിയിട്ട് അതിലും ശക്തിയോട് കൂടിയിട്ട് തിരിച്ചു വന്നിട്ട് കടിച്ചു കീറാൻ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗുഹ പോലുള്ളൊരാവായിൽ വേഗം സർവഗുഹാശയൻ പൊന്നിൻ വളകിലുങ്ങിയിടും ഓമൽ തൃക്കൈ കടത്തിനാൻ. ബഗന്നു തൊണ്ടയിൽ പണ്ടു തീയായി തോന്നിയ മാതിരി ചെന്താമരത്തണ്ട് പോലെ കണ്ടൊരാ നീണ്ട കൈയുടൻ തീയിൽ ചുട്ടു പഴുപ്പിച്ച കാരിരും പിന്നുലക്കയായി തോന്നുമ്പോഴേക്കും പെട്ടെന്നു പല്ലൊക്കെയും മടർന്നുപോയി. ദൈത്യനും പുകൾ പൂണ്ടുള്ള പൂഷാവിനോട് തുല്യമായി വേണമെങ്കിൽ പുത്തൻ വെപ്പിക്കാമെന്ന മട്ടിലായി. അപ്പോൾ ആ കടിക്കാനായിട്ട് വായ തുറന്നിങ്ങോട്ട് വന്നപ്പോൾ ഭഗവാൻ തൻ്റെ കൈകളെ നീട്ടിയ വായയുടെ ഉള്ളിലേക്ക് കടത്തിയതും മുഷ്ടി ചുരുട്ടി ഇടിക്കുക, അതാണ് ഉണ്ടായത്. ഇടിച്ചതോട് കൂടിയിട്ട് ആ പല്ല് മുഴുവനും തകർന്നു പോയി. ഉള്ളിലാണെങ്കിലോ ആ തീയെ വിഴുങ്ങിയ പോലെ തോന്നിയിത്ര, അത്രയും ചൂടായിരുന്നു അതിനെന്ന് പറഞ്ഞു. പല്ലെല്ലാം തറയിൽ വീണു. പുല്ലുപോലും പുറത്തിറക്കാത്ത പരാൽപരനയാവിധം നൊണ്ണാല അമർത്തിനാൻ വീണ്ടും. പല്ലുപോലും തറയ്ക്കാത്ത പരാൽപരനയാവിധം നൊണ്ണാൽ അമർത്തിനാൻ വീണ്ടും വീണ്ടും വിശ്വൈകനാഥനെ. അപ്പം പല്ല് പോയിട്ടും ആ ശൗര്യം കുറഞ്ഞില്ല. ഇതൊക്കെ നമ്മളുടെ ഒരു പ്രതീകമാണ് കേട്ടോ. ഈ കഥ കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ഒരു അഹങ്കാരത്തിൻ്റെയാണ് പറയണത്. ആദ്യം തന്നെ ദ്രോഹിക്കാൻ ഓരോ വിധത്തിലും നമ്മൾ നമ്മുടെ അഹങ്കാരത്തിനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ നീ അത്രയ്ക്കൊന്നും ഇല്ല എന്ന് ഓരോരോ കാര്യങ്ങളെ കൊണ്ട് ഗുരുവായൂരപ്പൻ കാണിച്ചു തരും നമ്മളെ. അപ്പോൾ ഒരിക്കൽ പടഞ്ഞ് വീഴുമ്പോൾ ആ ശക്തി മനസ്സിലാക്കിയിട്ട് ഭഗവാനെ ആശ്രയിക്കാണ്ട് വീണ്ടും പടഞ്ഞ് ഉയർന്ന് എണീറ്റിട്ട് വീണ്ടും അഹങ്കാരത്തോടു കൂടിയിട്ട് ചെല്ലുകയാണ്. അത് കഴിഞ്ഞതാ ആ വായിലുള്ള പല്ലൊക്കെ തല്ലി തകർത്തപ്പോൾ ആ മോണ കൊണ്ട് കടിക്കാൻ ഒരുങ്ങി. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ
ഇത്രയൊക്കെ ഉണ്ടായിട്ടും വീണ്ടും വിചാരമോ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടും ആ ഈശ്വരനാണ്, ഞാനാണ് എല്ലാത്തിനും, അല്ലേ? അങ്ങനെ പറയണ്ടല്ലോ, ബ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചു ബ്രഹ്മാവും എനിക്കൊക്ക എന്നും ചിലർ കൺക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീ വണ്ണം നിൽപ്പൂ എന്നും ചിലർ. മുത്തശ്ശൻ എത്ര, പൂന്താനം മുത്തശ്ശൻ എത്ര സുന്ദരമായിട്ടാണ് പറഞ്ഞു തന്നെ, അല്ലേ നമുക്ക്? അപ്പം അങ്ങനെയുള്ള ആ മനോഹരമായിട്ടുള്ള ആ ലളിതമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് അദ്ദേഹം പറഞ്ഞു. അത് അവിടെ കാണുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണില്ല, എന്താ എനിക്കിതിങ്ങനെ വരാൻ കാരണം, എന്തുകൊണ്ടാണ്, ഞാൻ എന്താ, എൻ്റെ ശക്തി ഇത്രയ്ക്കല്ലേ ഉള്ളൂ. ഒരു കൈ തളർന്നാൽ ആലോചിക്കണം ഇതുപോലെ തന്നെ ഏത് നിമിഷവും മറ്റേ കൈ തളരാമെന്ന്. അപ്പം മറ്റേ കൈ കൊണ്ടായി ഹുങ്ക് കാണിക്കില്ലേ, അതും തളർന്നു കഴിഞ്ഞാൽ കാലുകൊണ്ട് ഹുങ്ക് കാണിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇത് ശരീരം തളർന്നാൽ നാവ് തളർന്നില്ല, അതുകൊണ്ട് ഹുങ്ക് കാണിക്കും. അങ്ങനെയാണ് നമ്മളുടെ. അപ്പോൾ വായ കൊണ്ട് പറയാവുന്നതിലപ്പുറം പറയാൻ നാവ് കൊണ്ട് പറയാൻ തുടങ്ങും. ഇത് ഓരോ ഭാഗം ഇങ്ങനെ ഇല്ലാണ്ടാവുമ്പോൾ ഇതൊക്കെ എങ്ങനെ പോയി, എൻ്റെ ശക്തി കൊണ്ടായിരുന്നു, എൻ്റെ മിടുക്ക് കൊണ്ടായിരുന്നു എന്ന് വിചാരിച്ചാൽ എനിക്ക് ആ കൈ ഉയർത്താൻ ഞാൻ ചിന്തിച്ചാൽ പോരെ, അത് എന്തുകൊണ്ട് ഉയർന്നില്ല? അപ്പം അതിലൊക്കെ മീതെ ഒരു പവർ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ശക്തി ആണ് നമ്മളെ എല്ലാത്തിനും പ്രാപ്തരാക്കേണ്ടത്. അതില്ലാണ്ടായാലല്ല നമ്മളില്ലാണ്ടായി എന്നുള്ള സത്യം നമ്മൾ ബോധിക്കാതെ കണ്ട് വീണ്ടും 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 അഹംഭാവത്തിൻ്റെ മൂർത്തിഭാവമായിട്ട് നിൽക്കുകയാണ്. അത് തന്നെയാണ് ഈ കേശി, അഹങ്കാരത്തിൻ്റെ മൂർത്തിഭാവമായിട്ട് നിൽക്കുകയാണ്. മഹാത്മാക്കൾ പറയും, അഹങ്കാരം വല്ലാണ്ട് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഈ ചിലവർക്ക് ആ അഹങ്കാരം തിരിച്ചറിയൂത്രേ, എനിക്ക് എൻ്റെ അഹങ്കാരം കൊണ്ടാണ്, ദുരഭിമാനം ഒട്ടും സമ്മതിക്കണമില്ല. അങ്ങനെയുള്ളൊരവസ്ഥ വരുമ്പോൾ ഭഗവാനെ ആശ്രയിക്കുമ്പോൾ കേശവനാമം കൊണ്ട് ആശ്രയിക്കാത്രേ. കേശവായ നമ, കേശവായ നമ, കേശവായ നമ എന്ന്. അപ്പോൾ കേശവായ 4 അക്ഷരമല്ലേ, നമ 4 2 6 അക്ഷരം. ആ 6 ലക്ഷം കേശവായ നമ ഒരു ദിവസം ജപിക്കുക. അപ്പോൾ അഹങ്കാരമൊന്നും ഇല്ലാണ്ടാവുമെന്നാണ് പറയണേ. മഹാത്മാക്കൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അഹങ്കാരം ഇല്ലാണ്ടാവും. അതിനെ ശമിപ്പിക്കാൻ കേശവനാമം 6 ലക്ഷം കേശവനാമം ഒരു ദിവസം ജപിക്കുക. അഹങ്കാരം ഇല്ലാണ്ടായാൽ അതിൻ്റെ കൂടെ മറ്റെല്ലാം തന്നെത്താനെ പൊക്കോളും. പിന്നെ ഒന്നും അഹങ്കാരം ഇല്ലെങ്കിൽ അതിന് നിൽക്കില്ല, അല്ലേ? പണക്കാരനായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ കുറേ ആൾക്കാരുണ്ടാവും. അയാളുടെ ശക്തിയൊക്കെ നഷ്ടപ്പെട്ടു, പണമൊന്നും ഇല്ലാണ്ടായാൽ ആ കൂടെ ഉണ്ടായവരൊക്കെ ഏത് വഴിക്ക് പോയി എന്ന് നമുക്കറിയില്ല. ആ പിന്നാലെ നടന്നവരാരെയും കാണില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ആ കേശവായ നമ എന്നുള്ള നാമം ജപിച്ച അഹങ്കാരത്തെ നശിപ്പിക്കാമെന്ന് പറയണു. പൂങ്കരം പുഷ്ടി പൂണ്ടിയുടെ ശ്വാസം മുട്ടിയതാനവൻ, ഉടലാകെ വിയർത്തും കൊണ്ടൊന്നും വയ്യാതെയായവൻ, മലർന്നു വീണു തൻ കയ്യും കാലും തല്ലി മരിച്ചുടൻ, മോക്ഷവും കൊണ്ടു മേൽപോട്ടേക്കോടിനാൻ വിരുതാർന്നവൻ. ആ പിന്നെയും ഉള്ളിലേക്ക് ആ തൊണ്ടയിലേക്ക് കൈ കടത്തിയിട്ട് ആ ശ്വാസം മുട്ടിയിട്ട് ആ കേശി അവിടെ വീണ് മരിച്ചു. എന്നുവെച്ചാൽ ശരീരം അവിടെ നിന്ന് പോയി. അപ്പോൾ ആ ശരീരത്തിൽ നിന്ന് ഏർപ്പെട്ട ജീവൻ ആരെയാണ് കാണുന്നത്? ഭഗവാനെ തന്നെയാണ് കൺമുമ്പിൽ കാണുന്നത്. അപ്പോൾ ആ ഭഗവാനെ കണ്ട് ആ ഈശ്വര ദർശനം ലഭിച്ച് മോക്ഷം സിദ്ധിച്ചു എന്ന് പറയണു. ദൈത്യദേഹത്തിൽ നിന്നോമൽ തൃക്കൈയൂരി മഹാഭുജൻ വിളങ്ങി രാഹു നിർമുക്തനായ ചന്ദ്രൻ്റെ മാതിരി. ആ രാഹു ബാധിച്ച ചന്ദ്രഗ്രഹണം കഴിഞ്ഞിട്ട് പിന്നെ ചന്ദ്രൻ മുക്തനായിട്ട് വരണ പോലെ കയ്യ് അതിനെ വായിൽ നിന്നെടുത്തിട്ടതാ ആ ഭഗവാൻ എല്ലാവരുടെ മുമ്പിലും വിളങ്ങി എന്ന് പറയണു. വിസ്മയപ്പെട്ടുടൻ വിണ്ണോരെ വരും പനിനീരിനാൽ തണുപ്പിച്ചു നറുമ്പൂക്കൾ വാരി വർഷിച്ചു നിൽക്കവേ, ഇളമ്പനമ്പട്ട ഒടിക്കും ആനക്കിടാവിനെ പോലെ വിളങ്ങിനാഥൻ, അഹങ്കരിക്കാത്തവൻ വാഴ്ത്തിമിന്നും അനന്ത കല്യാണ ഗുണാഭിമാരാമൻ. അഹങ്കാരമുണ്ടെങ്കിൽ ഈശ്വരനാമം ജപിക്കാൻ തോന്നില്ല, ഈശ്വര കഥകൾ കേൾക്കാൻ തോന്നില്ല. ഇതിനൊക്കെ അടിസ്ഥാനം അഹങ്കാരമാണ്. ആ അഹങ്കാരം ഇല്ലാണ്ടായാൽ ബാക്കിയൊന്നും എല്ലാം ഇല്ലാണ്ടാവും. അപ്പോൾ അഹങ്കാരം ഇല്ലാത്ത
ആ സാത്വികരായിട്ടുള്ള ഭക്തോത്തമന്മാരായവര് വാഴ്ത്തിയിടുന്ന ഭഗവാനിതാ ആ ഒരു പനമ്പട്ടിയൊക്കെ ഒടിക്കണ ഒരു കുട്ടിയാനെ പോലെ അവിടെ വിളങ്ങി എന്നതാ ഇവിടെ പറയണു. ദേവമാമുനി ചെന്നമ്പാർ നേകാന്തത്തിൽ മുകുന്ദനെ സാഷ്ടാംഗം പ്രണമിച്ചോതി മഹാഭക്തശിഖാമണി. അതിനുശേഷം ആ ദേവേന്ദ്ര അവിടെ നിന്ന് ദേവർഷി നാരദര് കംസരുടെ അടുത്ത് പോയിട്ട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് നേരെ അവിടേക്ക് വന്നു, ഭഗവാന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ കൃപാ സിന്ധോ യദുവര്യാജകൽപദേ സർവസ്വതന്ത്ര ദേവേശ വാസുദേവാ മഹാപ്രഭോ. കൃഷ്ണ കൃഷ്ണ കൃപാ സിന്ധോ യദുവര്യ ജഗൽപദേ സർവസ്വതന്ത്ര ദേവേശ വാസുദേവാ മഹാപ്രഭോ. സർവന്തര്യാമിയാം നിന്നിൽ മുട്ടില്ലേതിൻ ഗുണങ്ങളും വിറകിൻ വളവും മറ്റും മഹാജ്യോതിൽസിൽ മാതിരി. പറയണു, സർവന്തര്യാമിയായിട്ട് നിൽക്കണേ അങ്ങയുടെ മുന്നിൽ യാതൊരു രജോ ഗുണം തമോ ഗുണം സത്വഗുണമൊന്നും അങ്ങേ ബാധിക്കില്ല. ഒരു എത്ര വളവും തിരിവൊക്കെയുള്ള വിറക് കൊണ്ടുവന്നിട്ടാലും ആ വിറക് തീയിലിട്ട് കഴിഞ്ഞാൽ അതങ്ങോട്ട് കത്തിപ്പോവും. അതിൻ്റെ വളവും തിരിവൊന്നും ആ തീയിനെ ബാധിക്കൊന്നുമില്ല. തീ വളഞ്ഞും തിരിഞ്ഞും കൊണ്ടായിരിക്കും, അതിൻ്റെ നില ഒരുപോലെ തന്നെയാവും. അതുപോലെയാണ് ഭഗവാന്റെ നില എന്ന് പറയുന്നു. ഇപ്പോൾ ആ യദുക്കളെ രക്ഷിക്കാൻ യദുക്കളുടെ കൂടെ നടന്ന് ജനിച്ചതുകൊണ്ട് യദുവരി എന്ന് വിളിക്കണം. അങ്ങ് തന്നെയാണ് ജഗൽപതി. ജഗൽപതേ സർവസ്വതന്ത്ര എന്നുവെച്ചാൽ ആരാലും ബന്ധിക്കപ്പെടാത്തവരാണ്, സച്ചിദാനന്ദനാണ്, ആ സാക്ഷാൽ പരബ്രഹ്മമാണ്, സർവദിക്കിലും നിറഞ്ഞു നിൽക്കേണ്ടതാണ്. സർവസ്വതന്ത്ര ദേവേശ, എല്ലാ ദേവന്മാർക്കും ഈശ്വരനാണ്. വാസുദേവ, വാസു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാസുദേവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്നതാണ് വസു. ആ ഹൃദയത്തിൽ ആത്മാവായിട്ടിരിക്കുന്നത് കൊണ്ടാണ് വാസുദേവൻ. വസുദേവരുടെ പുത്രനോ ആയതുകൊണ്ട് മാത്രമല്ല വാസുദേവൻ എന്ന് പേര് പറയണത്, എല്ലാവരുടെയും അന്തരാത്മാവായിട്ടിരിക്കുന്നത് കൊണ്ട് വാസുദേവൻ എന്നുള്ളത് ആ സത്യത്തിനെ ബോധിപ്പിച്ചുകൊണ്ട് കൃഷ്ണ കൃഷ്ണ ആ ആകർഷിക്കുന്നവനെ എല്ലാവരെയും അവരുടെ യാതൊരു ബുദ്ധിമുട്ടുകളും നോക്കാണ്ട് തന്നിലേക്ക്. അതിൻ്റെയാണ് നേരത്തെ അടുത്ത വരിയിൽ അഗ്നിയുടെ ഇത് പറഞ്ഞത്. അഗ്നി എല്ലാം ഒരുപോലെ സ്വീകരിക്കും, അതുപോലെ ഭഗവാനും എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കണം. ഗൂഢൻ ഗുഹാശയനുമായതിനും സാക്ഷിയാം വിഭോ ഭക്തിയാദിമതനം കൊണ്ട് മാത്രം നീ മിന്നുമായി വിധം സങ്കൽപ്പം കൊണ്ടു നിർമ്മിച്ചും രക്ഷിച്ചും വിശ്വമാകവേ സംഹരിച്ചും വിളങ്ങിയിടും നീയേ സർവേശ്വരേശ്വരൻ. അവതാരങ്ങൾ പലതും കണ്ടൻ ഞാനിതുമാതിരി കണ്ടിട്ടില്ലിനി കാണില്ല കമലായതലോചന. അങ്ങ് പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അങ്ങ് തന്നെയാണ്. എല്ലാം ബ്രഹ്മാവായിട്ട് ബ്രഹ്മഭാവത്തിൽ സൃഷ്ടിക്കണു, വിഷ്ണുഭാവത്തിൽ ഇതാ നിലനിർത്തണു, ശൈവഭാവത്തിൽ ഇതാ സംഹരിക്കണു. അതിനു വേണ്ടിയിട്ട് ആ പരിപാലിക്കാനും സൃഷ്ടിക്കും പരിപാലനത്തിനും ഒക്കെ വേണ്ടിയിട്ട് ധാരാളം വിധത്തിൽ പല രൂപങ്ങളെടുത്ത് പല ദേവന്മാരുടെ പല രൂപങ്ങളിൽ അവിടുന്ന് തന്നെ പ്രവർത്തിക്കണു. എൻ്റെ ഉള്ളിലും അവിടുന്ന് തന്നെയാണ് അന്തരാത്മാവായിട്ട് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇത്ര കാലത്തിനുള്ളിൽ ഞാൻ ഇങ്ങനെ ഒരു അവതാരം കണ്ടിട്ടില്ല, ഇനി ഒരിക്കലും കാണൂല്ല ഇതുപോലെയുള്ള അത്യത്ഭുതമായിട്ടുള്ള ആ ഒരു അവതാരം എന്ന് പറയണു. മർത്യർക്കിനി യാഗാദി ക്ലേശമേ വേണ്ട കേശവ ഉൾപ്പൂവിൽ മധുരാകാരം ഇതൊന്നോർക്കിൽ അതേ മതി. പറയണു ഇനി ആൾക്കാർക്കൊക്കെ ഇനിയുള്ള കാലം മുതൽ ഇനി വരാനിരിക്കുന്നത് എന്താ കലികാലാണ്. അവിടെ യാഗങ്ങളോ ഹോമങ്ങളോ പൂജകളോ ഒന്നും വേണ്ട ഭഗവാന്. അവിടുത്തെ അത്യന്ത സുന്ദരമായിട്ടുള്ള ഈ രൂപം മധുരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ചലിതം മധുരം അല്ലേ, അങ്ങനെ എല്ലാത്തിലും മധുരാധിപരേപതേരഖിലം മധുരമായിട്ടുള്ള ഈ അത്യന്ത സുന്ദരമായ അത്യത്ഭുതമായിട്ടുള്ള ഈ രൂപം ഒന്ന് മാത്രം മതി. എല്ലാവർക്കും മുക്തിയെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചരിതം മാത്രം മതി, ഈ നാമങ്ങൾ മാത്രം മതി എന്താ പറയണു.
വേണുഗോപാല നിൻ ദിവ്യബാലലീലയിൽ വല്ലതും അമ്പാർന്നു പാടിയിടുകയോ കേൾക്കയോ പരിപാവനം. വിശ്വൈകമധുരം കൃഷ്ണകഥാമൃതം ഒരിത്തിരി നുകർന്നിടുകയോ നന്ദാത്മജ ഗോപീ മനോഹര. അച്യുതാനന്ദ ഗോവിന്ദ കൃഷ്ണ കേശവ മാധവ ദാമോദര ഹരേ രാമ നാരായണ ജനാർദ്ദന. വേണുഗോപാല നിൻ ദിവ്യലീലയിൽ വല്ലതും അമ്പാർന്നു പാടിയിടുകയോ കേൾക്കയോ പരിപാവനം. വിശ്വൈകമധുരം കൃഷ്ണകഥാമൃതമൊരിത്തിരി നുകർന്നിടുകയോ നന്ദാത്മജ ഗോപീ മനോഹര. അച്യുതാനന്ദ ഗോവിന്ദ കേശവ കൃഷ്ണ മാധവ ദാമോദര ഹരേ രാമ നാരായണ ജനാർദ്ദന. ഈ വിധം നാഥ നിന്നാമകീർത്തനം ചെയ്യുകയോ മതി. ഭാവി ലോകത്തിനെന്നേക്കും ഉയർന്നിടാൻ ജഗത്തിതിൽ. പറയണു ആ ദേവർഷി നാരദർ തന്നെ പറയണു, ഇനി യാഗങ്ങളും ഹോമങ്ങളും പൂജകളും ഒന്നും വേണ്ട, ഇനി എന്ത് മതി? ഭഗവാന്റെ കഥകള്, അത്യത്ഭുതമായിട്ടുള്ള ആ വൃന്ദാവന ലീലകള്, ആ അമ്പാടിയിലെ ലീലകളെ, ആ ഭഗവാന്റെ ലീലകളെ ഒന്ന് കേൾക്കുക. ആരെങ്കിലും എവിടെങ്കിലും ഇരുന്ന് പറയണ്ടെങ്കിൽ കേൾക്കുക. ആ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉള്ളിൽ ആ കേൾക്കും തോറും അതിനോടൊരു ഇഷ്ടം കൂടി വരികയാണ്. അപ്പം എന്തുണ്ടാവും? പാടുക ആ ഭഗവാന്റെ കീർത്തനങ്ങൾ അല്ലേ. നമ്മളെത്ര ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. കണ്ണൻ്റെ പുണ്യനാമവർണ്ണങ്ങൾ കർണത്തിലെന്നു കേൾക്കും ഞാൻ. അപ്പം നമുക്ക് പാട്ട് പാടാൻ തോന്നും കണ്ണനെ പറ്റിയിട്ട്. ഭഗവാനെ ഇനി എന്നാ കേൾക്കാൻ പറ്റുക? ഓരോ കഥകളും ഓരോ സത്സംഗങ്ങളും കഴിയുമ്പോൾ നമ്മൾ ചോദിക്കണം, ഭഗവാനെ അടുത്തതെന്നാ? ഒരു ദിക്കിൽ സപ്താഹം കഴിഞ്ഞ് സമർപ്പിക്കുമ്പോൾ ചോദിക്കും, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും സപ്താഹം ഉണ്ടോ? ഇനി എന്നേ ഉണ്ടാവുക? അപ്പം അതാ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോവുക. അവിടെ ഉണ്ട്. ഇനി ഇതിന് മാത്രമായി ആ ജീവിതം അങ്ങോട്ട് മാറി അതിൻ്റെ ഉള്ളിലേക്ക് മനസ്സ് നിറഞ്ഞ് ഈശ്വരനിൽ മാത്രം മനസ്സ് ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്നവർക്ക് എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ പറയണേ. ഭഗവാന്റെ നാമം കേൾക്കാൻ കൊതി, ഭഗവാന്റെ കഥകൾ കേൾക്കാൻ കൊതി, ഭഗവാന്റെ നാമം ചൊല്ലാൻ കൊതിയുള്ളവരുടെ കാര്യമാണ് പറയണത്. അവർക്കിതാ ഇതുപോലെ ആഗ്രഹം തോന്നും. അപ്പം അതെങ്ങനെയാണ്? വിശ്വൈകമധുരം, ലോകത്തിന് മുഴുവനും മധുരം പകരുന്നതാണ് ആ മധുരത്തിൻ്റെ. കൽക്കണ്ടത്തിനൊന്നും മധുരമില്ല, കൽക്കണ്ടൊന്നുമല്ല. എന്താ ഉപമിക്കേണ്ടതെന്ന് അറിയില്ല. മധുരാധിപതേരഖിലം മധുരം. ഒരു നിലയ്ക്കും അതിൽ മധുരമില്ലാത്ത ഒന്നുമില്ല. അങ്ങനെയുള്ള ആ മധുരത്തിൻ്റെ ഒരു കട്ട അതുപോലെയാണ്. ആ വിശ്വൈക മധുരമാണ്, അല്ലെങ്കിൽ ആ മധുരത്തിൻ്റെ ഒരു രസായനം, ഒരു അമൃതം. മധുരത്തിൻ്റെ ഇങ്ങനൊരു മധുരം ഇനി വേറെ എവിടുന്നും കിട്ടില്ല. അതുപോലത്തെ ഒരു മധുരമാണ് ആ കൃഷ്ണ അമൃതം. ആ അമൃത രസായനം അത് കഴിക്കുകയാണ്. അതൊരിത്തിരി ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് പറയണതിൻ്റെ ഒരല്പം ഉള്ളിലേക്ക് എത്തണം കേട്ടോ. നാവുമ്മൊക്കെ നമ്മളിതാ വേറെ ഏതെങ്കിലുമൊക്കെ ശ്രദ്ധയിലിരിക്കുമ്പോൾ എത്ര നല്ല സാധനമായാലും നമ്മൾ ചെന്നിട്ട് ഒരാളുടെ വായല വെച്ചിരിക്കുമ്പോൾ അപ്പം തൊട്ടിട്ട് എന്തെന്നാ വായൽ വെച്ചേ, അതെന്താന്ന് ചിലപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമായിരിക്കും. ശ്രദ്ധിക്കുക പോലും ഇല്ലാണ്ട് അതിനെ പുറത്തേക്ക് തള്ളും, തുപ്പിക്കളയും. അതുപോലെ നമ്മളിതാ അലസമായിരുന്ന് കേട്ടിട്ട് കാര്യമില്ല. ആസ്വദിച്ച് നുണഞ്ഞ് അതിനെ ആസ്വദിച്ച് ഒരു അല്പമെങ്കിലും മതി, ഉള്ളിലേക്ക് എത്തിയാൽ മതി. പിന്നെ ആ മധുരത്തിന് വേണ്ടിയിട്ടാണ് നടക്കുക. അതിന് വേണ്ടിയിട്ട് എന്താണ് ഇനി ഇതൊന്നും സാധിച്ചില്ല നമുക്കെന്നുണ്ടെങ്കിൽ അച്യുത അനന്ത ഗോവിന്ദ കൃഷ്ണ കേശവ മാധവ ദാമോദര ഹരേ. ആ വിളിക്കുമ്പോൾ തന്നെ ഉള്ളിലിങ്ങനെ അറിയണം ഹരേ. ഉള്ളിലുള്ള എല്ലാ പാപങ്ങളെയും ഹരിക്കണം. രാമ നാരായണ ജനാർദ്ദന എന്നുള്ള നാമങ്ങൾ, ഏതെങ്കിലും ഒരു നാമം ഇങ്ങനെ മനസ്സിലെപ്പോഴും ആ അക്ഷരലക്ഷം ജപിക്കാൻ
ഏറ്റവും സുഖം ഉള്ള നാമം. ഇപ്പോൾ അത് കുറച്ച് ജപിക്കേണ്ട വെച്ചാൽ എന്തായാലും വേണ്ടില്ല, അങ്ങനെ വിചാരിച്ചിട്ടായാലും ഒരു നാമം ഏതെങ്കിലും ജപിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും. അത് മതി, വേറെ ഒന്നും വേണ്ട. ഏറ്റവും ഒരു മനുഷ്യന് വേണ്ടത് എല്ലാം അതിൽ നിന്ന് ലഭിക്കണു. ബാക്കി ഒന്നും ലഭിച്ചിട്ട് കാര്യമില്ല. നിത്യമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ആ പരമാനന്ദമായ നിറഞ്ഞ ആ മുക്തിഭാവത്തിലേക്ക് എത്താൻ ഇതിലേതെങ്കിലും ഒന്ന് മതിയെന്നതാ ആര് പറയണു? നാരദ മഹർഷി പറയാണ്. കളായ മഞ്ജുളശ്യാമം ഗമനീയ മധുസ്മിതം താരുണ്യാരംഭസുഭഗം ശിഖിപിഞ്ച വിഭൂഷിതം കനകങ്കതകേയൂരകിങ്കിണീ പരിശോഭിതം മാധുര്യമഗ്നവദനം വനമാലാവിരാജിതം. ആ ഭഗവാന്റെ ആ അതിസുന്ദരമായിട്ടുള്ള ആ ഒരു കറുപ്പാണോ നീലിയാണോ എന്താന്ന് പറയേണ്ട അറിയില്ല, അത്യത്ഭുതമായിട്ടുള്ള അതിസുന്ദരമായിട്ടുള്ള ഒരു ശ്യാമസുന്ദരമായിട്ടുള്ള നിറം, അതിസുന്ദരമായിട്ടുള്ള മന്ദഹാസം, രാധാസഹായം അതിസുന്ദരമന്ദഹാസം. നന്നായി പുഞ്ചിരിക്കാൻ കഴിയണമെങ്കിൽ രാധയുടെ സഹായം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, പ്രേമത്തോടു കൂടി. ബാക്കിയൊക്കെ അല്ലെങ്കിൽ ഒരു ഗോഷ്ഠിയായിട്ട് ഇപ്പോൾ ഉള്ളു നിറഞ്ഞ് ചിരിക്കുമ്പോഴാണ് അത് മറ്റുള്ളവരുടെ ഹൃദയത്തിനേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ ഒക്കെ അബദ്ധമായിട്ട് പോകും. ഉള്ളു നിറഞ്ഞ് ചിരിക്കാൻ നമുക്ക് സാധിക്കണില്ല, മധുരമായി പുഞ്ചിരിക്കാൻ നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. സ്നേഹത്തോടു കൂടി മധുരമായി പുഞ്ചിരിക്കുന്ന മറ്റൊരാളെ കണ്ടാൽ നമ്മൾ പറയും എന്തോ ഒരു കോപ്രാട്ടി കാട്ടണു മുഖം കൊണ്ട്, ഏതു നേരം അങ്ങനെ ചിരിച്ചിരിക്കുക. അങ്ങനെ ആർക്കെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനെ അപഹസിക്കാരൻ നമുക്ക് അറിയണില്ല. അതെ, അതുകൊണ്ടാണ് അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരാളെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചു എന്ന് കാണിക്കണമെങ്കിൽ അത് അഭിനയമാണെന്ന് വെച്ചാൽ നമുക്ക് തോന്നും മറ്റുള്ളവരൊക്കെ അഭിനയിക്കുകയെന്ന്. നമ്മൾ അഭിനയിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വന്ന് അഭിനയിച്ചാലും തോന്നും അയ്യോ എന്തൊരു സ്നേഹമാണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതുപോലെ ഇതാ ആ മയിൽപ്പീലി ചൂടിയ ശിരസ്, പിന്നെ ഇതാ അതിമനോഹരമായിട്ടുള്ള ഭഗവാന്റെ ആ കഴുത്ത്, ധാരാളം മുത്തുമാലകളും സ്വർണ്ണമാലകളും കൗസ്തുഭമണിയൊക്കെ അണിഞ്ഞിട്ടുള്ള ആ കഴുത്ത്, ശംഖിൻ്റെ പോലത്തെ ആ കഴുത്ത്, വനമാല അണിഞ്ഞിട്ടുള്ള കഴുത്ത്, അതുപോലെ യോഗിധ്യേയ പദാംബോജം ഗോപീജനമനോഹരം മുരളീഗാനനിരതം ഭക്താലോക മഹോത്സവം. ആ യോഗിമാരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണ അത്യത്ഭുതമായിട്ടുള്ള ആ പാദം. പദഭജനം ശ്രേയ പദഭജനം ശ്രേയ പദഭജനം ശ്രേയ എന്ന് അനുഭവിച്ചറിഞ്ഞ് ഇതാ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഭഗവാന്റെ കാലിലെ ആ പാദസരങ്ങളെ അണിഞ്ഞിട്ടുള്ള ആ പാദസരത്തിൻ്റെ കിലുക്കം പറയണത് അതാണ്. ആ ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചോളൂ. ആ ആനന്ദത്തിൻ്റെ ആ തിരതുള്ളുകയാണ്. അതിൻ്റെ ആ കാലിലെ തളകളുടെ കിലുക്കം പറഞ്ഞാൽ ആനന്ദത്തിൻ്റെ തിരതുള്ളലാണ്. അപ്പം അത് അനുഭവിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങളും വരൂ ഈ പാദത്തിനെ ആശ്രയിക്കൂ, നിങ്ങൾക്കും സുഖം ഉണ്ടാവും. അല്ലേ, നമ്മൾ ഒരു കാര്യം ബുദ്ധിമുട്ടായിട്ട് മറ്റുള്ളവരൊക്കെ അവിടെ ആകെ ബുദ്ധിമുട്ടിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പറയാം ഉഷ്ണിച്ച് വിയർത്ത് ഒരു സ്ഥലത്ത് കുറേ ആൾക്കാർ ഇരിക്കുന്നു, ചൂട് സഹിക്കാൻ വയ്യ. അപ്പം നമ്മളിങ്ങനെ നടന്നു പോയപ്പോൾ അവിടെ ഒരു ആൽത്തറയുണ്ട്, അടുത്ത് ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്, നിറയെ വൃക്ഷങ്ങളുണ്ട്, നല്ല കാറ്റാണ് അവിടെ. അപ്പം നമ്മൾ വേഗം അവരോട് പറയും വരൂ ഇങ്ങോട്ട് വരൂ, ഇവിടെ നല്ല കാറ്റുണ്ട്, ഇവിടെ നല്ല സുഖമാണ്, വരൂ എന്ന് പറയും. അത് കേട്ട് ഈ ചൂടിലിരിക്കുന്ന ഒരാൾക്ക് ചിന്തിക്കാനേ വയ്യ അതിൻ്റെ അപ്പുറത്ത് അവിടെ അങ്ങനെ ഒരു സുഖം ഉണ്ടാവുന്നു. പിന്നെ എങ്ങനെയാണ് അവർ പോവുക? വെറുതെ പറയണതാ, നമ്മളെ പറ്റിക്കാൻ പറയണതാ. അവിടെ ഒന്നുമില്ല, അവിടെ ഉള്ളതൊക്കെ ഇവിടെ ഉണ്ടാവും, ഇവിടുന്ന് നോക്കി എത്തിയാൽ കാണുന്ന ദൂരത്ത് ഇവിടെ ഇല്ലാത്തത് അവിടെ ഉണ്ടാവുമോ എന്നെല്ലാം പറഞ്ഞ് അവരവിടെ ഇരിക്കും. ചിലപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് തോന്നുകയാണ് അത് പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ച് ചെല്ലണവർക്ക് അത് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ അവരെന്ത് ചെയ്യും? വരൂ ശരിയാണ്, സത്യമാണ് ഇവിടെ പറഞ്ഞത്, ഇവിടെ നല്ല സുഖമാണ് എന്ന് പറയും. അവനോ ചെന്ന അബദ്ധം പറ്റി, ഇനി നമ്മളെയും കൂടി അബദ്ധത്തിൽ ചാടിക്കാനാണ്, ഞങ്ങളില്ല എന്ന് പറയും. അങ്ങനെയാണ് പറയാം. അപ്പോൾ ആ അനുഭവിച്ചവരെ ആ പാദത്തിനെ പൂജിച്ചിട്ട് ആ പാദത്തിനെ ആശ്രയിച്ചിട്ട് പരമാനന്ദം അനുഭവിക്കുന്നവരെ എത്ര പറഞ്ഞാലും അവിടേക്ക് എത്തിപ്പെടാൻ വളരെ പ്രയാസമാണ്.
അപ്പം അങ്ങനെയുള്ള ആ അത്യത്ഭുതമായിട്ടുള്ള പാദമാണ് ഭഗവാന്റെ. മുരളീഗാനനിരതം ഭക്താലോക മഹോത്സവം. ഭഗവാന്റെ മുരളീഗാനം. ഭഗവാന്റെ മുരളീഗാനം എന്താണ്? ഭഗവാന്റെ മുരളീഗാനം. ഭഗവാന്റെ മുരളീഗാനം കേട്ട് 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 ഗോപികമാരെ ആ മുരളീഗാനത്തിലൂടെയാണ് ഭഗവാനിലേക്ക് എത്തിച്ചത് അല്ലേ. അപ്പോൾ പറയണ്ടേ, രാസലീലയിൽ എല്ലാവർക്കും ആ മുരളീഗാനം കേൾക്കാൻ സാധിച്ചില്ല, ചിലർക്കേ അത് അനുഭവമായുള്ളൂ എന്ന് പറയണ്ടേ. നമ്മളൊരു ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ ഭഗവാന്റെ മുരളിയായിട്ടാണ് അവിടെ ഇരുന്ന് ആ കഥ പറയുന്ന ആള്. ആ സപ്താഹവേദിയിലിരിക്കുന്ന ആചാര്യൻ എന്താ ഭഗവാനെ പറ്റിയിട്ട് പ്രേമത്തോടുകൂടി നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഈശ്വര പ്രേമം പകർന്നു തരുമ്പോൾ അത് മുരളിയാണ്, ഭഗവാന്റെ മുരളി ഗീതമാണ് നമ്മൾ കേൾക്കുന്നത്. ആ സപ്താഹവേദിയിലിരുന്ന് കേൾക്കുന്ന എല്ലാവർക്കും അത് ഒരുപോലെ അനുഭവം തരുന്നുണ്ടോ? ഇല്ല. കേൾക്കണവർക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഭവം തരുന്നില്ല. പക്ഷേ അത് ആ ആനന്ദത്തിലലിഞ്ഞ് ആ ബ്രഹ്മാനന്ദത്തിൽ ലയിച്ചിരിക്കുന്ന എത്രയോ പേരുണ്ട്. അതും അങ്ങനെയുള്ളവരും ഉണ്ട് അവിടെ. അപ്പോൾ അനുഭവിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരാണ് ഈ ഗോപികമാരായിട്ട് പറയണത്. വേണുഗാനം കേട്ട് പോയി എന്ന് പറയണത്. അപ്പം ഇപ്പോൾ ഭഗവാൻ വേണുഗാനം എന്തിനു വേണ്ടിയിട്ട്? ഭക്തലോക മഹോത്സവം. ഭക്തന്മാരുടെ ലോകത്തിനാണ് ഭഗവാന്റെ വേണുഗാനം ഉത്സവമായിട്ട് തീരുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെ തോന്നില്ല. ഭക്തി ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈശ്വര കഥകളോട് ഒരു പ്രേമം ഉണ്ടാവുള്ളൂ. ആ പ്രേമം കേൾക്കണവർക്ക് മാത്രമേ അത് ആനന്ദമായിട്ട് അനുഭവപ്പെടുള്ളൂ. ഈ മനോഹരമാം രൂപം ഉള്ളിലെന്നും വിളങ്ങുവാൻ അമ്പാർന്നനുഗ്രഹിക്കണം അരവിന്ദ വിലോചന. ദുഷ്ടനിഗ്രഹ ശിഷ്ടാനുഗ്രഹമെങ്ങനെ ഭംഗിയിൽ ചെയ്തു ധർമ്മത്തെ രക്ഷിച്ചും ലാളിച്ചും സജ്ജനങ്ങളെ വെൽഗനീ മഹിതോദാര ചരിതാമൃതസാഗര. മഹിതോദാര ചരിതാമൃതസാഗര. ഭഗവാനെ വിളിക്കണം നോക്കൂ. കാത്തിരിക്കയാം കംസൻ മോക്ഷത്തിന് മഹാപ്രഭോ. അവിടെ കംസനെ മോക്ഷത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞു, അതെ ആ കംസൻ അവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ, അങ്ങ് വൈകിക്കരുത്. ആ ഭക്തൻ ഭഗവാന്റെ ആ സാമീപ്യം വൈകുമ്പോൾ ഭക്തനുണ്ടാവുന്ന ഒരു സങ്കടം ആ ഭഗവാനേറ്റ്. കാരണം അത് ഏറ്റവും കൂടുതൽ അറിഞ്ഞത് നാരദരാണ്. ഒരു ജന്മം മുഴുവൻ ഭഗവാന് വേണ്ടി കാത്തിരുന്നു. ഈ ജന്മത്തിൽ എന്നെ കിട്ടാൻ സാധിക്കില്ല, എന്നെ ലഭിക്കില്ല, അടുത്ത ജന്മത്തിലേ ഉള്ളൂ എന്നൊരു വാക്കുകളെ കൊണ്ട് ഒരു നിമിഷം ഒന്ന് മനസ്സിലൊന്ന് മിന്നി മറഞ്ഞു ആ സച്ചിദാനന്ദം. അത് അടുത്ത നിമിഷം അത് ഇല്ലാണ്ടായി. പറഞ്ഞു, ഇനി അനുഭവമാവണമെങ്കിൽ അടുത്ത ജന്മേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഒരു ജന്മം മുഴുവനും ഭഗവാനെ കിട്ടാൻ വേണ്ടി കൊതിയോടുകൂടി കാത്തിരുന്ന ആളാണ് ആ നാരദര്. എത്രയും മരിച്ചിട്ട് വേണം ഈ ശരീരം വിട്ടുപോയിട്ട് വേണം വേറൊരു ശരീരം എടുത്താലേ അടുത്ത ജന്മം എന്ന് പറയാൻ വയ്ക്കൂ. അപ്പോൾ ആ ശരീരത്തിനെ യാതൊരു വിധത്തിലും ശരീരത്തിനെ ശ്രദ്ധിക്കാതെ കണ്ട് കാറ്റിലും മഴയിലും ഒഴുക്കിലും എല്ലാം ആ ശരീരശ്രദ്ധയില്ലാണ്ട് നാമം ജപിച്ച് അദ്ദേഹം ഇരുന്നു. കാരണം ഏതെങ്കിലും വിധത്തിൽ ഈ എവിടെയൊക്കെ ആ കാട്ടുതീയൊക്കെ വന്ന് പടരാൻ സാധ്യതയുള്ളിടത്തൊക്കെ പോയി ഇരുന്ന് ഭഗവാനെ ജപിക്കാൻ തുടങ്ങി. എങ്ങാനും കാട്ടുതീ വന്നാൽ അതിൻ്റെ ഉള്ളിൽ വിട്ട് മരിച്ചാൽ പെട്ടെന്ന് തന്നെ ഈശ്വരനെ കാണാൻ സാധിക്കുമല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ച് പല വിധത്തിൽ വെള്ളമൊക്കെ കയറിയിരിക്കുന്ന സമയമുണ്ടല്ലോ, വെള്ളപ്പൊക്കത്തിൻ്റെ സമയം. ആ സമയത്ത് നദീതീരങ്ങളിലൊക്കെ പോയി തപസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? വെള്ളമൊക്കെ ഉയർന്നങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ശരീരം അങ്ങോട്ട് വിട്ട് ഈ ജീവനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ജന്മത്തെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞില്ല. അപ്പോൾ വേഗം പെട്ടെന്ന് ഭഗവാനെ കാണാമല്ലോ. അങ്ങനെ കൊതിയോടുകൂടി എത്രയോ കാത്തിരുന്ന ആളാണ് നാരദര്. അപ്പോൾ ആ നാരദർക്കേ അറിയുള്ളൂ ആ ഒരു കൊതിയുടെ അത്. അപ്പോൾ കംസൻ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ, ആ ജീവൻ കൈവിടല്ലേ, വേഗം ചെല്ലണേ, വേഗം രക്ഷിക്കണേ. അങ്ങനെ എത്രയോ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് ഞാനും അങ്ങയ്ക്ക് വേണ്ടി കാത്തിരുന്നു. അങ്ങനെയുള്ള ഇനി മതി, കഷ്ടപ്പെടുത്തിയത് മതി, ഇനി ആ കംസനെ വേഗം ചെന്ന് രക്ഷിക്കൂ എന്നതാ നാരദർ അവിടെ പറയുകയാണ്. സർവവും ഭാഗമാക്കിയിട്ടാണ് അടിയൻ വിട കൊണ്ടതും അടുത്ത ക്രൂരണയാണയും അവിടത്തെ ക്ഷണിക്കുവാൻ. മറ്റന്നാളാങ്കോലയാപീഠത്തെ കൊൽവതാം ദിനം ചാണൂരൻ മുഷ്ടികം തൊട്ട മല്ലന്മാരെയും വന്നു താൻ കൊല്ലും കംസനെയും വന്നു കണ്ടുകൊള്ളാം കൃപാനിധേ. അലിവാർ നമ്മയച്ഛന്മാരാനന്ദത്തിൽ നിമഗ്നരാം
ഗുരുവിനെ കിടും കാലൻ കൊണ്ടുപോയ കുമാരനെ വിണ്ണിലെ പാരിജാതത്തെ ഒന്നീ മണ്ണിൽ വളർത്തുവാൻ തോൽപ്പിക്കും വിശ്വനാഥൻ നീ മതമാർന്ന മഹേന്ദ്രനെ. പുണ്യമത്രയ്ക്കെഴുന്നോർ തൻ പെൺകിടാങ്ങളെയൊക്കെയും വേൽക്കും മൃഗന്റെ പാപത്തെ ഉടൻ പോക്കും ജഗൽപതേ. പൗണ്ഡ്രകനു വലിഞ്ഞേകും സാരൂപ്യം കരുണാനിധേ. പാർത്ഥനു തെളിച്ചിടും പാണ്ഡവന്മാരെയൊക്കെയും പത്തടം തന്നിൽ മിന്നിക്കും വൈകുണ്ഠത്തിങ്കൽ നിന്നുടൻ. വിപ്രന്നു മൃതരെന്നോർത്ത പുത്രന്മാരെയുമേകിടും രാജ്യസൂയത്തിൽ വച്ചേകും ശിശുപാലന്നു മോക്ഷവും. കുചേലം കൊണ്ടുവന്നിടും അവിലിന്നു രാത്രിയിൽ കാണാതെ എന്തൊക്കെയോ നൽകും ഉദാരചരിതൻ ഭവാൻ. മഹാഭാരത യുദ്ധത്തിൽ പാർത്ഥരെ കൊണ്ടു പാരിതിൻ ദുഷ്ടരാം ദാനവന്മാരെ നിഗ്രഹിപ്പിച്ചുടനത്രയും വിശ്വമംഗളമാം ധർമ്മം വിസ്തരിച്ചുര ചെയ്തിടും. ഉദ്ധവന്നവയെല്ലാം ഞാൻ അപ്പോൾ കണ്ടുവാഴ്ത്തിടാം. ധാരകാപുരിയിൽ പാർത്തും ചെയ്യും നീ പലലീലയും പാടും കവീന്ദ്രരവയാനിതേ. വീണയിൽ മീട്ടിടും സ്വരൂപശക്തിയാൽ തന്നെ മായാകാര്യങ്ങളൊക്കെയും നശിപ്പിച്ചരുളും നാഥ. നമസ്കാരം മഹാപ്രഭോ. ഭഗവാന്റെ അവതാര ലീലകളെ മുഴുവനും ഈ ശ്ലോകങ്ങളെ കൊണ്ട് ഇവിടെ വർണ്ണിച്ചു. അങ്ങ് അക്രൂരൻ വരും, അങ്ങയെ കൊണ്ടുപോകാൻ അടുത്ത ദിവസം അങ്ങ് ദ്വാരകയിലേക്ക് പോണു, മധുരയിലേക്ക് പോണു. മധുരയിൽ ചെന്നാൽ കുവലയാപീഠങ്ങൾക്ക് മോക്ഷം കൊടുക്കണു. മുഷ്ടികനും ചാണൂരനും അവരെയും മോക്ഷം കൊടുക്കണു. അത് കഴിഞ്ഞത് കംസനും മോക്ഷം കൊടുക്കുകയാണ് ചെയ്യണത്. കാണുന്നവർക്കൊക്കെ വധാന്ന് തോന്നുകയാണെങ്കിലും എല്ലാവരെയും മോക്ഷം കൊടുക്കുകയാണ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് അച്ഛനമ്മമാരെ ആ ബന്ധനത്തിൽ നിന്ന് അഴിച്ച് അവരെ ആനന്ദിപ്പിക്കണു അങ്ങ്. അങ്ങനെ അപ്പോൾ ആ അച്ഛനമ്മമാരിത് അങ്ങയെ ഗുരുകുലത്തിൽ കൊണ്ടുവന്നാക്കണു. അവിടെ ആ ഗുരുവിന് ദക്ഷിണയായിട്ട് മരിച്ച കുമാരനെ അങ്ങ് കൊണ്ടുവന്ന് കൊടുക്കണു. അതുപോലെ സ്വർഗരാജ്യത്ത് നിന്ന് പാരിജാതത്തെ മണ്ണിൽ നട്ടു വളർത്തണു, ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരണു. പിന്നെ ഒരു ധാരാളം പെൺകുട്ടികളെ അസുരന്മാരിതാ നരകാസുരൻ സ്ത്രീകളെ മുഴുവനും ബന്ധിച്ചുകൊണ്ടുതാ ഇരിക്കുന്ന അവരെ ആ ഒരു അസുരനെ വധിച്ചിട്ട് ആ പെൺകുട്ടികളെ മുഴുവനും സംരക്ഷണം നൽകണു. ഞങ്ങൾ അന്യൻ്റെ ഒരു കൊട്ടാരത്തിൽ ഇത്ര കാലം കഴിഞ്ഞ പെൺകുട്ടികളാണ് ഞങ്ങളെ ആരും സ്വീകരിക്കില്ല. സർവപ്രപഞ്ചത്തിനും നാഥനായ അവിടെ നിന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് നാഥൻ എന്ന് പറയണു. അപ്പോൾ അവരെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് അവരെ ഒക്കെ സ്വീകരിക്കണു എന്ന് ഭഗവാൻ അവിടെ വച്ചിട്ട് ആ മൃഗൻ എൻ്റെ പാപത്തെ ഇല്ലാണ്ടാക്കണു. പൗണ്ഡ്രകന് ഭഗവാൻ ഞാനാണ് വാസുദേവൻ എന്ന് പറഞ്ഞ് ആ ഭഗവാനെ പോലെ വേഷം കെട്ടി നടന്ന പൗണ്ഡ്രകന് സാരൂപ്യമുക്തി നൽകണു. അതുപോലെ ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് പാർത്ഥൻ്റെ തേര് തെളിച്ചുകൊണ്ട് പാണ്ഡവന്മാരെയൊക്കെ ആ ഭൂമിയിൽ പാണ്ഡവന്മാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണു. അതുപോലെ ആ 10 കുഞ്ഞുങ്ങളെ മരിച്ചിട്ട് സങ്കടപ്പെട്ട ആ വിപ്രന് തൻ്റെ കുട്ടികളെ തിരിച്ചു കൊടുക്കണു. രാജസൂയത്തിൽ വെച്ചിട്ട് ശിശുപാലന് മോക്ഷം നൽകണു. കുചേലം കൊണ്ടുവന്ന അവിലിന് പകരമായിട്ട് സർവസമ്പൽ സമൃദ്ധിയൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കണു. ആ മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവരെ കൊണ്ട് ദുഷ്ടനിഗ്രഹം മുഴുവൻ നടത്തിയിട്ട് ഭൂമിയെ സംരക്ഷിക്കണു. ദുഷ്ടന്മാരായവരുടെ ആ വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ഭൂമിക്ക് ഭാരം കൂടും, ഭൂമിയുടെ ദുഃഖം കൂടും. അപ്പോൾ അതുകൊണ്ട് ദുഷ്ടനിഗ്രഹം ലോകത്തെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ദുഷ്ടന്മാരെ മുഴുവൻ നശിപ്പിക്കാൻ ആ പാണ്ഡവരെ മുൻനിർത്തിയിട്ട് അതെല്ലാം ചെയ്യണു. അത് കഴിഞ്ഞിട്ട് ധർമ്മം വിസ്തരിച്ച് ധർമ്മത്തെ പറയണു. ഉദ്ധവരും ഞാനും അതൊക്കെ അപ്പോൾ കേട്ടറിഞ്ഞ് എല്ലാം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ദ്വാരകയിൽ ചെയ്യണ പല ലീലകളും
കവിമാരിതാ അതിനെ പറ്റിയിട്ട് പ്രകീർത്തിച്ചതാ പാടണു. അങ്ങനെ ആ സ്വരൂപശക്തിയാൽ തന്നെ എല്ലാ കാര്യങ്ങളെയും മായ മുഴുവനും നശിപ്പിച്ച് ഭൂമിയിൽ ആ ധർമ്മം സംസ്ഥാപിച്ച് ആ ധർമ്മത്തെ സംരക്ഷിച്ചുകൊണ്ട് പുനഃസ്ഥാപിച്ചുകൊണ്ട് വാണരുളുന്ന അങ്ങ് സ്ഥാപിക്കും. അങ്ങനെയുള്ള മഹാപ്രഭു അവിടത്തേക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് എല്ലാം അദ്ദേഹത്തിൻ്റെ അത്യത്ഭുതമായിട്ട് ഇനി വരാനിരിക്കുന്ന ലീലകളെപ്പോലും മനസ്സിലാക്കിക്കൊണ്ട് നാരദർ പ്രാർത്ഥിക്കണു. സർവേശ്വരനെ ഈ വണ്ണം വാഴ്ത്തി വീണു നമിച്ചുടൻ ആനന്ദവൈവശ്യമി എന്ന ആജ്ഞ വാങ്ങി മഹാമതി. കമലതള വിലോചനന്റെ പൂങ്കഴലിന ഉള്ളിൽ അതീവ സുന്ദരം കരതളിരിൽ മനോജ്ഞ വീണയും കളരവമേന്തി മടങ്ങി മാമുനി. കമലദള വിലോചനന്റെ പൂങ്കഴലിന ഉള്ളിലതീവ സുന്ദരം കരളതിൽ കരതളിരിൽ മനോജ്ഞ വീണയും കളരവമേന്തി മടങ്ങി മാമുനി. അങ്ങനെ ആ ഭഗവാനെ കണ്ട് ഇങ്ങനെയെല്ലാം സ്തുതിച്ചുകൊണ്ട് അടുത്ത ഭഗവാന്റെ ലീലകളെ കാണാനായിട്ട് കാത്തിരിക്കുമെന്ന് പറഞ്ഞ് വീണ് നമസ്കരിച്ചുകൊണ്ട് ആ നാരദ മഹർഷി അവിടുന്ന് മടങ്ങണു. ഈ ഭാഗങ്ങൾ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം നമുക്കിവിടെ സമർപ്പിക്കാം. കാരണം ഇപ്പം എല്ലാവരും കാത്തിരിക്കേണ്ട അക്രൂരൻ എപ്പോഴാണ് അമ്പാടിയിലേക്ക് എത്തുക, അക്രൂരൻ എപ്പോഴാണ് അമ്പാടിയിലേക്ക് എത്തുക. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അമ്മ ഇതിനു മുമ്പ് ഒരിക്കൽ അക്രൂരരുടെ അമ്പാടിയിലേക്ക് പോണത് പറ്റി പറഞ്ഞ് കരഞ്ഞ് അന്ന് പറയുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് അങ്ങനെ ഒരു കണ്ണുനീര് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കാരുണ്യാണ്. എപ്പോഴും അങ്ങനെയാവോ അറിയില്ല. നമ്മുടെ ഉള്ളിലുള്ള മനോമാലിന്യത്തിൻ്റെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് ഇതൊക്കെ വന്നും പോയും ഇരിക്കും. ഒരിക്കലും നമുക്ക് വന്നു വെച്ചിട്ട് എപ്പോഴും വന്നോളണമെന്നില്ല. നമ്മൾ അത്രയ്ക്കൊന്നും ആയിട്ടില്ല. കാരണം എത്ര പൊടി തട്ടി വെച്ചാലും 3 ദിവസം അടിച്ചു വാരി തുടച്ചില്ല എന്നുവെച്ചാൽ വീണ്ടും നിറയണ പൊടി പോലെ തന്നെ നമ്മുടെ ഉള്ളിലും ഈ പൊടിപടലങ്ങൾ നിറയുന്നുണ്ട്. പല വാർത്തകൾ കേട്ടും പല വാർത്തകൾ കണ്ടും പലതും പറഞ്ഞും നമ്മുടെ ഉള്ളിൽ വരണു ആ മനോമാലിന്യങ്ങൾ. അതിനെ നീക്കിക്കളയാൻ നിരന്തരം ആയിട്ടുള്ള നാമജപം സത്സംഗം ലഭിക്കില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഈ മാലിന്യത്തിൻ്റെ മൂടുപടത്തിൻ്റെ ഉള്ളിലായി പോവും ഭഗവാന്റെ ആ ചൈതന്യമൊക്കെ. അപ്പം അതുകൊണ്ട് ആണ് പറയണത് എപ്പോഴും ശ്രദ്ധയോടുകൂടി ഇരുന്ന് സദാ നാമം ജപിക്കുക. വേറെ ഒന്നും പറ്റിയില്ലെങ്കിലും എപ്പോഴും നാമം ജപിച്ചോളൂ എന്ന് പറയുന്നത് ഇവിടെ നാരദ മഹർഷിയും പറയണു. എന്തൊരു ഭാഗ്യമാണ്, ഇനി ഹോമങ്ങളും യാഗങ്ങളും ഒന്നും ചെയ്യണ്ട എന്ന് നാരദ മഹർഷി നമ്മളോട് പറയണു. അപ്പം ആ നാരദരുടെ വാക്കിനെ ഭക്തൻ്റെ വാക്കു സത്യമാക്കുവാൻ ഓടിയെത്തിടും അച്യുതൻ, ഇത്രയ്ക്കും ഭക്തവാത്സല്യം വേറെ ആരിലുണ്ടെൻ്റെ കേശവൻ ഇത്രയും ഭക്തവാത്സല്യമുള്ള വേറെ ആരും ഇല്ല. അപ്പോൾ ആ ഭക്തൻ്റെ ശ്രീനാരദരുടെ വാക്കുകളെ സത്യമാക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അപ്പം ഇത് നമുക്ക് സംശയിക്കുകയേ വേണ്ട. നാമം ജപിച്ചത് കൊണ്ട് കാര്യമുണ്ടോയെന്ന് സംശയിക്കുകയേ വേണ്ട. ശ്രീനാരദരാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കിനെ ഭഗവാൻ സത്യമാക്കും, ഉറപ്പാണ്. മഹാത്മാക്കളുടെ വാക്കിനെ ഒരിക്കലും ഭഗവാൻ തള്ളിക്കളയില്ല. അപ്പം അതുകൊണ്ട് പ്രേമത്തോടുകൂടി ജപിച്ചോളൂ, ഭക്തിയോടുകൂടി ജപിച്ചോളൂ, നിഷ്ഠയോടുകൂടി ജപിച്ചോളൂ, സങ്കല്പം വെച്ച് ജപിച്ചോളൂ. ജപിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും. അതുപോലെ കാത്ത് ഇരുന്ന് ഇന്ന് മാർച്ച് മാസം 13 അല്ലേ, 13-ാം തീയതി ആയിരുന്നു, 13-ഓ 14-ഓ ദിവസങ്ങൾ, ഡേറ്റ് ഓർമ്മയില്ല. ഇനി അടുത്ത മാസം ഏപ്രിൽ ഈ സമയത്ത് സപ്താഹത്തിനുള്ള തിരക്കായി. ഇനി 1 മാസം കൂടിയുള്ളൂ നമ്മുടെ സപ്താഹത്തിന്. ഒരുപാട് പേര് നമ്മുടെ പ്രേമപുഷ്പാഞ്ജലിയിലുള്ളവർ സമർപ്പങ്ങൾ അവിടെ ഭഗവാന് മുല്ലോർലി തേവർക്ക് സമർപ്പണമൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. ഏറ്റവും കൂടുതൽ സന്തോഷം നിങ്ങളെല്ലാവരും വന്ന് ഒരു ദിവസമെങ്കിലും വന്ന് പങ്കെടുക്കുക എന്നുള്ളതാണ്.
ഒരു ദിവസമെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം ഇത്ര ദിവസങ്ങൾ എത്ര ദൂരെയുള്ളവരാണെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം നമ്മളിപ്പോൾ ഗുരുവായൂർക്ക് പോകണം എന്ന് വിചാരിച്ച് പോകണില്ലേ? നമ്മളെക്കൊണ്ട് അവിടെ ഇരുന്ന് ഈ കഥ പറയിപ്പിക്കണതും നിങ്ങളെക്കൊണ്ട് അവിടെ ഇരുന്ന് കഥ കേൾപ്പിക്കുന്നതൊക്കെ ആ ഭഗവാന്റെ കാരുണ്യമല്ലേ? ആ ഭഗവാന്റെ തിരുമുമ്പിൽ വെച്ചൊരു സപ്താഹം നടത്തണമെന്ന് എത്രയോ കാലങ്ങളായിട്ടുള്ള ആഗ്രഹമാണ്. നിങ്ങളുടെ കൂടെ കൂടി ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് ആ ഒരു ആഗ്രഹം ഭഗവാൻ സാധിപ്പിച്ചു തന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സാന്നിധ്യം അവിടെ വേണമെന്ന് ഭഗവാന്റെ ഒരു ഇച്ഛയാണ്. അപ്പം അതുകൊണ്ട് ഓരോരുത്തരും എത്ര ദൂരെയുള്ളവരായിക്കോട്ടെ വന്ന് ഒരു ദിവസം വന്ന് പങ്കെടുത്ത് പോവുക. അങ്ങനെ വരികയാണെങ്കിൽ ഒരുപാട് സന്തോഷം. നമുക്ക് നല്ല ഒരു അവസരമാണ്. അകലേന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നേരെ അവിടെ വന്നു തൃശ്ശൂർ വന്നു ഒന്നുമില്ലെങ്കിലും ഉച്ച വരെങ്കിലും സപ്താഹത്തിലിരുന്ന് ഉച്ചയ്ക്ക് ശേഷം നേരെ ഗുരുവായൂർക്ക് പൊക്കോളൂ. എന്നിട്ട് അവിടെ ഗുരുവായൂർ പോയി ഒരു ദിവസം താമസിച്ച് ഗുരുവായൂരപ്പനെയും തൊഴുത് തിരിച്ചു പോവുക. അതിനിടയ്ക്ക് വൈശാഖ മാസമാണ്, നല്ലതാണ്. വരാൻ പറ്റുന്നവരൊക്കെ വരൂ, അത്രയേ പറയാൻ പറ്റുള്ളൂ. മനസ്സ് നിറഞ്ഞ് ആത്മാർത്ഥമായിട്ട് ക്ഷണിക്കുകയാണ് ഭഗവാന്റെ പേരിൽ. എല്ലാവർക്കും വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരുടെയും സമർപ്പണം ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ, ആ മുല്ലോർലി തേവരുടെ പാദത്തിൽ സമർപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഒരാളുടെ സമർപ്പണം അവർക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ പ്രേമ പുഷ്പാഞ്ജലിയിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് അത് ഗുരുവായൂരപ്പൻ്റെ ആ മുല്ലോർലി തേവരുടെ പാദത്തിൽ സമർപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണപ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരഴും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി. ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗള ചണ്ഡികേ. കൈതൊഴാം തുളസീരൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി. തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി. നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി. ഭവക്കടലിൽ നിന്നെന്നെ സതയം കരകയറ്റണേ. ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ബർഹാപീഠം നടവരവപു കർണയോ കർണികാരം. ബിഭ്രദ്വാസക്കനകപിശം വൈജയന്തീം ചമാലാം. രന്ധ്രാൻ വേണോരതരസുതയാ പൂരയൻ ഗോപവൃന്ദൈ. വൃന്ദാരണ്യം സുപതിരമണം പ്രാവിശദ്ഗീതകീർത്തിം. ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം. രാധാസഹായമതിസുന്ദരമന്ദഹാസം. പാതാലയേശമനിശം ഹൃദിക ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണ മദീയ ജന്മം.